അടുത്ത റിപ്പോർട്ടിലേക്കാണ്. CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്ത്. പാർട്ടിക്കാരുടെ ധാർഷ്ട്യം ജനങ്ങളെ അകറ്റി. പരമ്പരാഗത വോട്ടുകൾ BJPയിലേക്ക് പോയത് അതീവ ഗൗരവപരമായി തന്നെ കാണണം. അത് പ്രശ്നമാണെന്ന് അവലോകന റിപ്പോർട്ടിലുണ്ട്. മുസ്ലിം പ്രീണനം കാരണമായി എന്നത് തെറ്റായ പ്രചരണമാണെന്ന് CPM പറയുന്നു. മുസ്ലിങ്ങളോടുള്ള പാർട്ടിയുടെ സമീപനം ജനാധിപത്യ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPയും അടക്കമുള്ളവയുടെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണെന്നും റിപ്പോർട്ടിലുണ്ട്. AU രഞ്ജിത്ത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. രഞ്ജിത്ത്, അങ്ങനെ CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് തന്നെ വരുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം പങ്കുവയ്ക്കാമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാജയം സംബന്ധിച്ച വിലയിരുത്തലുകൾക്കാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിന് ശേഷമുള്ള ഔദ്യോഗികമായി പുറത്തുവന്ന അവലോകന റിപ്പോർട്ടിലാണ് വളരെ ഗൗരവകരമായ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നത് നേതാക്കളുടെ ധാർഷ്ട്യമാണ്. താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ ജനങ്ങളിൽ നിന്നും അകന്ന ഒരു നേതൃത്വമായി മാറുന്നു. അവരുടെ പെരുമാറ്റം ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം ജനങ്ങൾക്ക് പാർട്ടിയിൽ നിന്നും അകൽച്ചയുണ്ടാക്കി എന്നതടക്കമുള്ള വിമർശനം അല്ലെങ്കിൽ അത് സ്വയം വിലയിരുത്തൽ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് വളരെ ഗൗരവകരമായി തന്നെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ CPM നേതാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് മുകൾത്തട്ടിൽ പല നേതാക്കളുടെയും പേരെടുത്ത് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് നേരത്തെ ഉയർന്നിരുന്നു. നേതാക്കളുടെ പ്രവർത്തനങ്ങൾ, സംസാര ശൈലികൾ ധാർഷ്ട്യത്തോടെയുള്ളതാണ് എന്ന്. അതിനെ ശരിവെക്കുന്ന തരത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി അതിനെ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവകരമായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ എന്നുള്ളത്. ഒപ്പം തന്നെ BJPയിലേക്ക് കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ LDFിലെ പരമ്പരാഗത വോട്ടുകൾ വലിയ തോതിൽ ചോർന്നിരിക്കുന്നു, BJPയിലേക്ക് പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ, തൃശ്ശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വലിയ ചോർച്ച ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് BJPയിലേക്ക് പോകുകയും ചെയ്തിരിക്കുന്നു എന്ന വിലയിരുത്തൽ CPM കേന്ദ്ര കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നിരുന്നു. പാർട്ടി കേഡർ വോട്ടുകൾ പോലും പലയിടങ്ങളിൽ ഇത്തരത്തിൽ ചോർന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് LDFിന്റെ പരമ്പരാഗത വോട്ടുകളിൽ കാര്യമായ ചോർച്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി വരുന്നത് എന്നതടക്കം CPMന്റെ അവലോകന റിപ്പോർട്ടിൽ വരുന്നത്. ഒപ്പം തന്നെ ഒരു വിഭാഗം ക്രൈസ്തവ സഭകൾ BJPക്ക് അനുകൂലമായ നിലപാട് സംസ്ഥാനത്ത് കേരളത്തിൽ എടുത്തു. അത് ഇത്തരത്തിലുള്ള BJPയുടെ മുന്നേറ്റത്തിന് പല മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം, മിക്ക മണ്ഡലങ്ങളിലും BJPക്ക് ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമൊരുക്കി. പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സഭാ നേതൃത്വങ്ങളാണ് ഇത്തരത്തിൽ BJPക്ക് വേണ്ടി വോട്ട് ചെയ്തത് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായി. അതേസമയം തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ തീവ്ര നിലപാടുള്ള സംഘടനകൾ എന്ന് പേര് ചാർത്തിക്കൊണ്ട് തന്നെയാണ് CPM ഈ അവലോകന റിപ്പോർട്ടിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇവയടക്കമുള്ളവരുടെ വോട്ടുകൾ ലീഗിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലേക്ക് കാര്യമായി പോയതും കേരളത്തിൽ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. 2019 രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി, അത് BJPയെ പ്രതിരോധിക്കുന്നതിന് നിഷ്പക്ഷ വോട്ടുകളിൽ കൂടുതലും BJPയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ അതാകും ഗുണം ചെയ്യുക എന്ന ഒരു രീതി കേരളത്തിൽ 2019 ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച തന്നെ 2024 ഉണ്ടായി. അതുകൂടിയാണ് CPMന്റെ അല്ലെങ്കിൽ LDFിന്റെ തിരിച്ചടിക്ക് കാരണം. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വിനിയോഗത്തിൽ പാളിച്ചകളുണ്ടായി. അടിസ്ഥാന വർഗത്തിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ എത്തുന്നതിൽ, സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് എത്തുന്നതിലുള്ള പാളിച്ചയുണ്ടായി. അതടക്കമുള്ള കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള തിരിച്ചടികൾക്ക് കാരണമായി എന്ന വിലയിരുത്തലാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഈ അവലോകന റിപ്പോർട്ടിൽ ഉള്ളത്. രഞ്ജിത്ത്, ഒപ്പം തന്നെ തിരുത്തൽ നടപടിയായി ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നതാണ്. അത് സീതാറാം യെച്ചൂരിയുടെ അടക്കം മാധ്യമങ്ങൾ നേരിട്ട് ചോദിച്ചതാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എത്തരത്തിലാവും തിരുത്തൽ നടപടികളെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? സംഗീത, ഒരു കാര്യം വ്യക്തമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പാർട്ടിയിലെ താഴേക്കിട തൊട്ട് മേൽത്തട്ട് വരെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം നേതാക്കൾക്കിടയിലുണ്ടായി. ഇത് ജനങ്ങളിൽ നിന്നും പാർട്ടിയും പാർട്ടി നേതാക്കളും അകലുന്നതിന് കാരണമായി, തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി എന്ന വിലയിരുത്തൽ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മേഖലാ റിപ്പോർട്ടിങ്ങിന് കേരളത്തിലെത്തിയ സീതാറാം യെച്ചൂരി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
എന്താണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണമെന്നത് കേന്ദ്ര കമ്മിറ്റി പാർട്ടി നേതൃത്വം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ, കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു നമ്മൾക്കൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടത് പാർട്ടി നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ധാർഷ്ട്യമടക്കമുള്ള അവരുടെ പ്രവർത്തന ശൈലിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് തിരുത്തേണ്ടതുണ്ടോ എന്നുള്ള ഒരു വാണിംഗ് ഇത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയാകും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചേരുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകളുണ്ടാകും. ഇത്തരത്തിൽ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം ആരുടേതാണ്, ആരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പെരുമാറ്റങ്ങൾ ഉണ്ടായി, അത് ഏതൊക്കെ തരത്തിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ ചർച്ചകൾ ഉയരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നേതൃമാറ്റമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ചർച്ചകൾ പോയേക്കാമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താം. പക്ഷേ ഇതെല്ലാം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുക. ശരി രഞ്ജിത്ത്, ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനത്തെ പറ്റി ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്, അതുകൂടി ഒന്ന് വിശദമാക്കാമോ? ന്യൂനപക്ഷ പ്രീണനം ഒരു പാർട്ടിക്ക് തിരിച്ചടിയായി, അതാണ് വോട്ട് കുറയാൻ കാരണമെന്ന ഒരു തരത്തിലുള്ള വിമർശനം ഉയർന്നു. പക്ഷേ അതിനെ കേന്ദ്ര കമ്മിറ്റി തള്ളുകയാണ്. അത്തരത്തിലല്ല സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് SNDP നേതൃത്വം ന്യൂനപക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചില ധ്രുവീകരണങ്ങൾ, ചില വർഗീയ ധ്രുവീകരണങ്ങൾ ചില ഭാഗത്തുണ്ടായി. അതോടൊപ്പം SNDP നേതൃത്വം അതിൻ്റെ SNDPയുടെ കീഴ്ഘടകങ്ങളിൽ അത് ബാധിച്ചില്ലെങ്കിൽ കൂടി SNDP നേതൃത്വത്തിൻ്റെ നിലപാട് BJPക്ക് അനുകൂലമായി എന്നതടക്കമുള്ള വിലയിരുത്തൽ ഇവിടെ ഉണ്ടാകുന്നു. ഒപ്പം ക്രൈസ്തവ സഭകൾ, ഒരു വിഭാഗം ക്രൈസ്തവ സഭകൾ BJPക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം അതോടൊപ്പം തന്നെയാണ് മുസ്ലിം വിഭാഗത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെ ഭൂരിപക്ഷവും തീവ്ര നിലപാടുള്ള സംഘടനകൾ അടക്കം ലീഗിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ വരുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ CPM-ന് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിലടക്കം ചോർച്ചയുണ്ടായി. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ, ഇത്തരത്തിൽ പലതരത്തിൽ, അതായത് നമ്മൾ നേരത്തെ 2019 കാര്യങ്ങൾ അടക്കം പറയുന്നു. അതോടൊപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്ന പാർട്ടി അണികളിൽ ഉണ്ടായിരിക്കുന്ന ആശയ കുഴപ്പങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. ശരി രഞ്ജിത്ത്, CPM-ന്റെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സംബന്ധിച്ച വിശദമായൊരു അവലോകനമാണ് AU രഞ്ജിത്ത് നൽകിയത്.